കഴിഞ്ഞ എപ്പിസോഡിൽ നാം വിശദീകരിച്ചത് മുതിർന്ന പൗരന്മാർ അഥവാ 60 വയസ്സ് തികഞ്ഞവർക്ക് ലഭ്യമായിട്ടുള്ള ഒരു ഭവന വായ്പാ പദ്ധതിയാണ്, റിവേഴ്സ് മോർഗേജിനെ പറ്റിയാണ്. അത് ഇന്ത്യയിൽ ഇന്ന് പുതിയതായി നിലവിൽ വന്നതാണെങ്കിൽ തന്നെയും മറ്റു രാജ്യങ്ങളിൽ ദശകങ്ങളായിട്ട് നിലവിലുള്ളതും ജനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതുമായിരുന്നു. ഈ പ്രോഗ്രാമിന് ലഭിച്ച ഈ പ്രത്യേക സബ്ജക്റ്റിന് ലഭിച്ച റെസ്പോൺസ് വളരെ എൻകറേജിങ് ആണ്. അതിൽ പ്രധാനമായിട്ട് ഡോക്ടർ ഫിലിപ്പ് ജോൺ, വളരെ പ്രശസ്തനായ സൈക്യാട്രിസ്റ്റ് ശ്രീ ഫിലിപ്പ് ജോൺ 2-3 ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അവയ്ക്ക് മറുപടി പറഞ്ഞിട്ട് ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഈ ബോറോവർ മരിച്ചു കഴിഞ്ഞാൽ, അവസാനത്തെ ബോറോവറും കൂടെ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ലീഗൽ ഹെയർസിന്, അനന്തരാവകാശികൾക്ക് ഈ വീടിന് മേലുള്ള അവകാശം ലഭിക്കുക എന്നുള്ളതാണ്. അത് ബാങ്ക് മുഴുവനായിട്ട് കൊണ്ടുപോകുമോ എന്നുള്ള ഒരു ആശങ്ക പരക്കെയുണ്ട്. അത് അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. അതിന് എനിക്ക് പറയാനുള്ള 2 ഓപ്ഷൻസാണ് ഇതിലുള്ളത്. ഒന്ന്, ബാങ്ക് നേരിട്ട് മാർക്കറ്റിൽ ഈ ഭവനം വിൽപ്പന നടത്തിയ ശേഷം ബാങ്കിൻ്റെ കടവും പലിശയും അടക്കമുള്ള തുക എടുത്ത ശേഷം ബാക്കിയുള്ള തുക ലീഗൽ ഹെയർസിന്, അതായത് അനന്തരാവകാശികൾക്ക് നൽകും. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അനന്തരാവകാശികൾക്ക് അവകാശമുണ്ട് ബാങ്കിന് നൽകുവാനുള്ള തുക അടച്ച് ഈ വീട് അവരുടെ സ്വന്തം നിലയിലേക്ക്, സ്വന്തം പൊസിഷനിലേക്ക് എടുക്കാനുള്ള അവകാശം കൂടെ ഈ സ്കീം പ്രകാരം ലഭ്യമാണ്. അതുകൊണ്ട് അനന്തരാവകാശികളെ സംബന്ധിച്ചിടത്തോളം റിവേഴ്സ് മോർഗേജിനുള്ള ആ ഒരു കടബാധ്യത എന്നല്ലാതെ ടോട്ടലായിട്ടും വീട് നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് വളരെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത സംശയം ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ടാക്സ് ലയബിലിറ്റിയെ പറ്റിയാണ്, ഇൻകം ടാക്സ് ലയബിലിറ്റിയെ പറ്റിയാണ്. പീരിയോഡിക്കലായിട്ട് റിവേഴ്സ് മോർഗേജായിട്ട്, ഇൻസ്റ്റാൾമെൻ്റായിട്ട്, തവണകളായിട്ട് ലഭിക്കുന്ന റിവേഴ്സ് മോർഗേജ് തുകകൾക്ക് ആദായ നികുതി ബാധ്യത വരുമോ എന്നൊരു ആശങ്ക പല കേന്ദ്രങ്ങളിൽ നിന്ന് ഉന്നയിക്കപ്പെടുകയുണ്ടായി. 2008 ബഡ്ജറ്റിലൂടെ ആ ആശങ്കകൾ ദൂരീകരിച്ചിരിക്കുകയാണ്. ആ ഫിനാൻസ് ആക്ട് 2008 പ്രത്യേക പ്രൊവിഷൻസ് പ്രകാരം ഇങ്ങനെ ലഭിക്കുന്ന ഏത് തുകയ്ക്കും യാതൊരുവിധ ആദായ നികുതി ബാധ്യതയുമില്ല എന്ന് സെക്ഷൻ 10 ഒരു പുതിയ സെക്ഷൻ കൊണ്ടുവന്നുകൊണ്ട് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് റിവേഴ്സ് മോർഗേജിനെ സംബന്ധിച്ചിടത്തോളം ആ കടം വാങ്ങുന്ന അവസരത്തിൽ യാതൊരുവിധ ആദായ നികുതി ബാധ്യതയും വരുന്നില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്തുള്ള ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ശ്രീ കിരൺ ദുബായിൽ നിന്ന് അയച്ചിരിക്കുന്നതാണ്. അദ്ദേഹം ഇവിടെ ഒരു ഇലക്ട്രോണിക് ഷോപ്പ് ആലപ്പുഴ തുടങ്ങുകയുണ്ടായി. ഏകദേശം 2 വർഷത്തിന് ശേഷം, കഴിഞ്ഞ ഒരു 18 മാസം വർക്ക് ചെയ്തതിന് ശേഷം അദ്ദേഹം ദുബായിലേക്ക് പോയി. ഇപ്പോഴും ആ ഷോപ്പ് ഇപ്പോൾ നടക്കുന്നില്ല. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം വാറ്റ് രജിസ്ട്രേഷൻ എടുത്തിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റിൽ അതിൻ്റെ കണക്ക് ബോധിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ കട നിർത്തിവെച്ച കാര്യമോ അറിയിക്കുകയോ ചെയ്തിട്ടില്ല. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് ഒരു ബിസിനസ് നടത്തുമ്പോൾ ആ ബിസിനസ് നിർത്തിവെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പേജ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് വാറ്റ് അധികൃതർക്ക് നൽകേണ്ടതുണ്ട്. അത് നൽകാതിരുന്ന ഒരു പ്രശ്നമുണ്ട്. രണ്ടാമതായിട്ട് ഇതുവരെയുള്ള കണക്കുകൾ ഹാജരാക്കി നമുക്ക് നികുതി ബാധ്യതയുണ്ടെങ്കിൽ അത് അടക്കാനും, അഥവാ നികുതി ബാധ്യതയില്ലെങ്കിൽ നമുക്ക് ആദ്യം അടച്ചിട്ടുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരിച്ചു വാങ്ങാനുള്ള അവസരമുണ്ട്. അതും ചെയ്തിട്ടില്ല. ഇനിയും സമയം വൈകിട്ടില്ല. തീർച്ചയായിട്ടും ശ്രീ കിരണ് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ടാക്സ് പ്രാക്ടീഷണറുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അതിനുവേണ്ടി ഓതറൈസ് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രൊസീജിയറലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഒട്ടും വൈകിക്കേണ്ട. തീർച്ചയായിട്ടും നാട്ടിലെ ബന്ധുക്കളുമായിട്ടെങ്കിലും ബന്ധപ്പെട്ട് ഒരു എക്സ്പെർട്ടിനെ കണ്ടുപിടിച്ച് ഈ പ്രശ്നം അവസാനിപ്പിക്കേണ്ടതാണ്. അടുത്തതായി ശ്രീ ജോയ്സ് ന്യൂഡൽഹിയിൽ നിന്ന് അയച്ചിരിക്കുന്ന സന്ദേശമാണ്. അദ്ദേഹം ഒരു US കമ്പനിക്ക് വേണ്ടി ഇന്ത്യയിൽ നിന്ന് സർവീസ് ചെയ്യുന്നു. അവർ മന്ത്ലി ആയിട്ട് അദ്ദേഹത്തിനുള്ള ഫീസ് അദ്ദേഹത്തിൻ്റെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ വരവിൽ നിന്നുള്ള TDS എങ്ങനെയാണ് പിടിക്കേണ്ടത്, അടക്കേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ ഇവിടെ റെസിഡൻ്റ് ആയതിനാൽ
അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് കൂടെ ഇന്ത്യയിൽ നികുതി നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും താങ്കൾ ഇത് താങ്കളുടെ വരുമാനമായിട്ട് കണക്കാക്കണം. പക്ഷേ താങ്കൾക്ക് ഈ പണം നൽകുന്ന സ്ഥാപനം ഇന്ത്യക്കുള്ളിലായി അല്ലാത്തതിനാൽ ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സിന് സാധ്യതയില്ല. അതുകൊണ്ട് താങ്കൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താങ്കളുടെ ഒരു വർഷത്തെ വരുമാനം മുഴുവൻ കണക്കാക്കിയ ശേഷം അതിൽ നിന്ന് ബന്ധപ്പെട്ട ചെലവുകളെല്ലാം കുറച്ച് അറ്റാദായം കണക്കാക്കി അതിന്മേലുള്ള നികുതി, ഇനി നികുതി ഇളവുകളുണ്ടെങ്കിൽ അതും കൂടെ ക്ലെയിം ചെയ്ത ശേഷം അതിനുള്ള നികുതി കണക്കാക്കി 3 ഇൻസ്റ്റാൾമെൻ്റായിട്ട് മുൻകൂർ നികുതി അടക്കുക. സെപ്റ്റംബർ 15-ന് 30%, ഡിസംബർ 15-ന് 30%, പിന്നീട് വരുന്ന മാർച്ച് 15-ന് ബാക്കി 40% അടക്കുക. അതുപോലെ തന്നെ കീപ് കറക്റ്റ് ആൻഡ് കംപ്ലീറ്റ് അക്കൗണ്ട്സ്. എന്നിട്ട് സബ്മിറ്റ് യുവർ റിട്ടേൺ, അതായത് പാനിന് വേണ്ടി അപ്ലൈ ചെയ്യുക. പിന്നെ റിട്ടേൺ സമർപ്പിക്കാനും ബാധ്യതയുണ്ടെങ്കിൽ ചെയ്യാൻ മറക്കണ്ട. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിൻ്റെ 2008 ഡിസംബർ 19-ലെ 11/2008 എന്ന സർക്കുലർ പ്രകാരം എന്താണ് അഡ്വാൻസ്മെൻറ്റ് ഓഫ് എനി അതർ ഓബ്ജക്റ്റ് ഓഫ് ജനറൽ പബ്ലിക് യൂട്ടിലിറ്റി എന്നുള്ള പദത്തിന് ഒരു നിർവചനം നൽകിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആദായനികുതി നിയമത്തിൽ 2-ാം വകുപ്പിൻ്റെ 15-ാം ഉപവകുപ്പിലാണ് ചാരിറ്റബിൾ പർപ്പസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ പ്രകാരം പാവങ്ങൾക്ക് നൽകുന്ന ചാരിറ്റി, അങ്ങനെയുള്ള പല കാര്യങ്ങളും, മെഡിക്കൽ എയ്ഡ്, ഇങ്ങനെയുള്ള പറഞ്ഞ ശേഷം അവസാനത്തെ 4-ാമത്തെ ക്ലോസിൽ ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് എനി അതർ ഓബ്ജക്റ്റ് ഓഫ് ജനറൽ പബ്ലിക് യൂട്ടിലിറ്റി എന്നുള്ള ആ ഒരു കാറ്റഗറിയുടെ കീഴിൽ അതിൻ്റെ മറവ് പിടിച്ചുകൊണ്ട് ധാരാളം എൻറ്റിറ്റികൾ ഇങ്ങനെ ബിസിനസ്സുകൾ നടത്തുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ക്ലിയർ കട്ടായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഈ സർക്കുലർ പുറത്തിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും വ്യാപാരമോ വ്യവസായമോ നടത്തുകയാണെങ്കിൽ, അതായത് ഒരു ചാരിറ്റബിൾ പർപ്പസിൻ്റെ മറവ് പിടിച്ചുകൊണ്ട് വ്യാപാരം, വ്യവസായം എന്നിവ നടത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് ഈ ആദായനികുതി നിയമത്തിലെ വകുപ്പ് 11 പ്രകാരം ലഭ്യമായിട്ടുള്ള ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ലഭ്യമായിട്ടുള്ള നികുതി ഒഴിവിന് യാതൊരു അർഹതയും ഉണ്ടായിരിക്കുകയില്ല എന്ന് ഈ സർക്കുലർ വ്യക്തമാക്കുന്നു.